ജോൺകുട്ടി ഇനി ഇവിടെ ശരിയാവില്ല. ജോൺകുട്ടി ഓടിക്കോ. ജോൺകുട്ടി ഓടിക്കോ. രണ്ടുപേരും കൂടി കുരിശും കാണിച്ച് എന്നെ പേടിപ്പിച്ച ഓടിക്കാൻ വന്നതാണല്ലേ? എന്നിട്ടിപ്പൊ നിങ്ങളാ പേടിച്ച് ഓടാൻ പോകുന്നത്. നിക്കട മോനെ, നിങ്ങളുടെ അമ്മച്ചിയുടെ പ്രേത ഈ പറയണത്. അവിടെ നിക്കട മോനെ. അവരെന്തിനാ വല്യമ്മച്ചെ കാണാൻ വന്നിട്ട് ഓടിപ്പോകുന്നത്? അവരെ പ്രേതത്തെ പിടിക്കാൻ വന്നതാ. പ്രേതത്തെ പിടിക്കാനോ? ആ, അവര് വേളാങ്കണ്ണിയിലെ പള്ളിപ്പറമ്പിൽ അടക്കം ചെയ്ത റാഹേലമ്മ ജീവനോടെ ഇരിക്കുന്നത് കണ്ടിട്ടുള്ള വരവാ. കണ്ണുകടി, അത് തന്നെ കാര്യം. കണ്ടില്ലേ, കുരിശുകൊണ്ട് പൊക്കിയെടുത്ത് എന്നെ കുഴിമാടത്തിലേക്ക് തന്നെ കൊണ്ടയിടാനാ രണ്ടുപേരുടെ ഉദ്ദേശം. അല്ല, അപ്പോ അവർക്ക് ഇപ്പോഴും സംശയം തീർന്നിട്ടില്ലേ? ഉണ്ടായിരുന്നെങ്കിൽ ഈ രണ്ടാം വരവ് ഉണ്ടാവില്ലായിരുന്നല്ലോ. സാധാരണ മരിച്ചുപോയ അമ്മ ജീവിച്ചിരിക്കുന്നു അറിഞ്ഞ മക്കൾക്ക് അതിൽ പരം സന്തോഷം വേറെ ഉണ്ടാവില്ല. ഇതിപ്പോ ജീവിച്ചിരിക്കുന്ന അമ്മയെ എങ്ങനെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ള വാശിയാ. നിനക്ക് എന്തു തോന്നുന്നു? എന്ത്? ഞാൻ മരിച്ചുപോയ ഏതോ സ്ത്രീയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വല്യമ്മച്ചിയോ മരിക്കാനോ? അതെ. ഈ വലിയ വെളിപാടുകാരിയല്ലേ, പറ. ഈ വല്യമ്മച്ചി മരിച്ചു പോയതാണോന്ന് പറ. എന്റെ വല്യമ്മച്ചി മരിക്കില്ല. മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പൊ ജോണിക്കുട്ടിയെ പോലെ ഞാൻ മരിച്ചതാണെന്ന് നീ വിശ്വസിക്കുന്നില്ല? ഞാൻ എന്തിനാ അങ്ങനെ വിശ്വസിക്കണം? കത്തിച്ചു വെച്ച നിലവിളക്ക് പോലെ എന്റെ വല്യമ്മച്ചി ഇങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോ ഞാൻ എന്തിനു വേണ്ടാത്തത് ചിന്തിക്കണം? ഇനി ഒരു 100 വർഷം വല്യമ്മച്ചി ഇങ്ങനെ ഇവിടെ തന്നെ ഉണ്ടാവണം. അതാ എന്റെ ഇഷ്ടം. എന്റെ പ്രാർത്ഥന അത് തന്നെയാ. ഇത് കുറച്ച് കടന്ന കൈയായി പോയി. നീ പറഞ്ഞിട്ടല്ലേ ഓരോ വിഡിവേഷം കിട്ടി ഇറങ്ങിയത്? ഞാൻ ആ കാര്യം സൈക്കാട്രിസ്റ്റിനോട് ചോദിച്ചിട്ടാ പറഞ്ഞത്. പ്രേതമോ അഭിനയമോ ആണെങ്കിൽ അതവർ ഒഴിവാക്കി ഓടിപ്പോകുമെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇതിപ്പോ ഓടിയത് നമ്മളാ. റാഹേലമ്മ മരിച്ചതാണോ അല്ലയോ എന്നറിയാൻ ഇനിയും നമ്മളിവിടെ നിന്നാൽ ഇവിടത്തുകാർ പിടിച്ച് നമ്മളെ രണ്ടാളെയും ഭ്രാന്താശുപത്രിയിലാക്കും. ഞാൻ ആലോചിച്ചിട്ട് അധികം പരീക്ഷണത്തിന് നിൽക്കാതെ എത്രയും വേഗം ഇവിടുന്ന് സ്ഥലം കലിയാക്കുന്ന ബുദ്ധി എന്ന് പറഞ്ഞ് നിനക്ക് രക്ഷപ്പെടാം. പക്ഷെ എന്റെ അവസ്ഥ അതല്ല. അമ്മച്ചി മരിച്ചു എന്നുള്ള സത്യം ഇവിടെ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് മറ്റുള്ളവരെ കൂടി അറിയിക്കാതെ എനിക്ക് ആ പണം കിട്ടത്തില്ല. ആ പണം പോട്ടേന്ന് വെക്ക്. 2 ലക്ഷം രൂപ വെറുതെ കളയാനോ? അതിന് ഫിക്സഡ് അക്കൗണ്ടിൽ നോമിനിയായി അമ്മച്ചി പേര് ചേർത്തിരിക്കുന്നത് ജോണിക്കുട്ടിയുടെ ഇച്ചായന്റെ പേരല്ലേ? അത് മാറ്റണം. അതെങ്ങനെ മാറ്റാനാ? ഇച്ചായന്റെ ഒപ്പില്ലാതെ ആ കാശ് ജോണിക്കുട്ടി കിട്ടില്ല. മാറ്റണമെന്ന് വെച്ചാൽ ഇച്ചായനെ കൊണ്ട് എല്ലാം എനിക്ക് വിട്ടു നന്നായി എഴുതി ഒപ്പിട്ട് വാങ്ങിക്കണം. മേലാല പഠിക്കാത്തോട്ട് ചെല്ലരുതെന്നാ ജോണിക്കുട്ടിയുടെ ഇച്ചായൻ പറഞ്ഞിരിക്കുന്നേ. അപ്പൊ പിന്നെ കാശെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയേച്ചാ മതി. അതെ ജോണിക്കുട്ടി, ആ കാശ് ഒരിക്കലും തനിക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേളാങ്കണ്ണിക്ക് പോകുന്നതാണ് തനിക്ക് നല്ലത്. ഇതുവരെ രണ്ടുപേരും പോയില്ലേ? എന്താ, നിനക്ക് മടങ്ങിപ്പോവാൻ തോന്നുന്നില്ലേ? 2-1 അറിയാതെ ഞാൻ പോകത്തില്ല. 2 ഒന്നേ ഉള്ളൂ. 2 നമുക്ക് തോന്നുന്നതാ. എന്തായാലും സത്യം എന്താണെന്ന് ഇച്ചായന് ഞാൻ തെളിയിച്ചു കൊടുക്കും. നിനക്ക് എന്താ വേണ്ടത്? എന്റെ FDയിൽ അവകാശിയായി പീറ്ററിന്റെ പേരിന് പകരം നിന്റെ പേര് വരണം, അത്രയല്ലേ വേണ്ടൂ? അത് ഈ പറയുന്നത്ര എളുപ്പമുള്ള കാര്യമല്ല. അതെന്റെ മരിച്ചുപോയ അമ്മച്ചി ചെയ്തു വെച്ച പണിയാ. ഞാൻ ബാങ്കുകാർക്ക് എഴുതി കൊടുത്ത പേപ്പറിന്റെ കോപ്പി കാണുമല്ലോ നിന്റെ കയ്യില്? അതൊന്ന് കാണട്ടെ. കാണാനൊന്നുമില്ല, കോപ്പിയല്ല, ഒറിജിനൽ തന്നെ ഉണ്ട് എൻ്റെ കയ്യില്. അതിൽ 2 ലക്ഷം രൂപയുടെ അവകാശിയായി റാഹേലമ്മ എന്ന് എൻ്റെ അമ്മച്ചി എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ ഇച്ചായന്റെ പേരാ. ആ കാശ് ഇച്ചായനെ കൊണ്ട് എൻ്റെ പേരിൽ എഴുതി വാങ്ങാതെ ഞാൻ എവിടേക്കും പോവില്ല. അപ്പൊ നിനക്ക് വേണ്ടത് പീറ്ററിന്റെ ഒപ്പാ?
അതെ. എന്നാ അതെനി വേണ്ട. അവകാശി നീയാണ്. അവകാശി ഞാനോ? അതെങ്ങനെയാ? ഇച്ചായന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിൽ ഇരിക്കല്ലേ? അതാ പറഞ്ഞത്, അതിങ്ങ് തരാൻ. ഞാനൊന്ന് നോക്കട്ടെ. ഇതില് എന്താ, നോമിനിയുടെ സ്ഥാനത്ത് നിന്റെ ഇച്ചായൻ പീറ്ററിന്റെ പേരോ അതോ നിന്റെ പേരോ? എന്റെ പേര്. ഇതെങ്ങനെ സംഭവിച്ചു? സംഭവിച്ചതൊന്നും നീ നോക്കണ്ട, വേഗം പോവാൻ നോക്ക്. നിന്റെ അമ്മച്ചിക്ക് വേണ്ടി കുഴി വെട്ടേണ്ടി ശവപ്പെട്ടി വാങ്ങേണ്ടി തുകയായി ആ കാശ് എഴുതി വാങ്ങിക്കാൻ നോക്ക്. നിന്ന് സമയം കളയാതെ വേഗം പോകാൻ നോക്ക്. ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാതെ എളുപ്പം പോവാൻ നോക്കേ. ഇതെന്തൊക്കെയാ ജോണിക്കുട്ടി നമ്മൾ ഈ കാണുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കൊച്ചൗസേപ്പേ. ആ, എന്തായാലും തൻ്റെ കാര്യം നടന്നല്ലോ. ഇനി കൂടുതലൊന്നും ആലോചിക്കാതെ എത്രയും വേഗം ഇവിടെ സ്ഥലം വിടാൻ നോക്ക്. അങ്ങനെ രക്ഷപ്പെട്ടതുകൊണ്ട് കാര്യമില്ലല്ലോ. പിന്നെ ആ സ്ത്രീ ആരാണ്? എന്റെ അമ്മയല്ലെന്ന് എനിക്ക് ഉറപ്പാ. ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാതെ പോയിക്കൊള്ളാനാ പറഞ്ഞിരിക്കുന്നത്. സത്യം എന്താണെന്നറിയാതെ ഞാൻ എവിടേക്കും പോവില്ല. റാഹേൽ അമ്മയെന്ന് എൻ്റെ അമ്മച്ചിയെ അന്ത്യചുംബനം കൊടുത്ത് പറഞ്ഞയച്ച ഞാനാണെങ്കിൽ എവിടേക്കും പോവില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ജോണിക്കുട്ടി, ഇനി ഇവിടെ നിന്നാൽ ആ തള്ളയുടെ കാര്യം നിനക്കറിയാവുന്നതല്ലേ? ഇതേതോ പിശാച് തന്നെയാ. പിശാചെങ്കിൽ പിശാച്. സത്യമറിയാതെ ഞാൻ എവിടേക്കുമില്ല. നീ വരട്ടെ എന്ന് കരുതി കാത്തിരിക്കായിരുന്നു ഞാൻ. എന്താ വല്യമ്മച്ചി? പറയാം. ഈ കുട്ടിയോട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ട് ഇവളെവിടെ പോയി? എന്താ വല്യമ്മച്ചി പറയാനുള്ള കാര്യം? പറയാം. ദാ വെള്ളം വല്യമ്മച്ചി. നിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിച്ചിട്ട് പടിയിറങ്ങണം എന്നായിരുന്നു ആഗ്രഹം. അത് സാധിച്ചു. പടിയിറങ്ങാനോ? പിന്നെ എനിക്ക് പോണ്ടേ? പോകാനോ? വല്യമ്മച്ചി എന്തൊക്കെയാ പറയുന്നേ? എന്താ ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ? ഞാൻ ഇറങ്ങുക കുട്ടികളെ. വല്യമ്മച്ചി എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് പോവാതെ പറ്റില്ലല്ലോ. എവിടേക്ക് പോകുന്ന കാര്യ വല്യമ്മച്ചി പറയുന്നേ? വന്നിടത്തേക്ക്. വന്നിടത്തേക്കോ? എവിടേക്ക്? വേളം കണ്ടില്ലോട്ടോ? ഒരർത്ഥത്തിൽ അങ്ങനെയും പറയാം. ഒരു മാലാഖയെ പോലെ എനിക്ക് പറന്നുയരാൻ സമയമായി മക്കളെ. ഞാൻ പോട്ടെ. നിങ്ങളോട് രണ്ടുപേരോടും ഒരുമിച്ച് യാത്ര പറയണം. അതിനു വേണ്ടിയാ ഇത്രയും നേരം കാത്തിരുന്നത്. വല്യമ്മച്ചി. ഇല്ല കുട്ടി, പോകാതെ വയ്യ. എന്നെ വിളിക്കുന്നുണ്ട്. വിളിച്ചാൽ പോകാതിരിക്കുന്നത് എങ്ങനെയാ? വല്യമ്മച്ചിയെ ആര് വിളിക്കുന്ന കാര്യമായി പറയുന്നേ? വിളിക്കേണ്ടവര്. അവര് വിളിക്കുന്നു. എന്നാ പിന്നെ ഇനി യാത്രയില്ല. അയ്യോ വല്യമ്മച്ചി, ഞാൻ സമ്മതിക്കില്ല. വല്യമ്മച്ചി എവിടേക്കും പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? പോവാൻ സമ്മതിക്കില്ല ഞാൻ. ഈ കുട്ടിക്ക് ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല. മാറി നിൽക്കുമോളെ. വല്യമ്മച്ചി ഇറങ്ങട്ടെ. വല്യമ്മച്ചി. സൈമ, വല്യമ്മച്ചിയോട് പോകരുതെന്ന് പറ സൈമ. വല്യമ്മച്ചി വിളിക്ക് സൈമ, വിളിക്ക്. വല്യമ്മച്ചി, വല്യമ്മച്ചി. എന്റെ ചോറ്റനിക്കരമ്മേ, ഞാൻ എന്തൊക്കെയായി കാണുന്നേ? എന്റെ വല്യമ്മച്ചി.
വല്യമ്മച്ചി. മോളെ, എന്താ നീ കരയണത്? പറയൂ കുട്ടി, എന്തിനാ പാതി രാത്രിക്ക് എഴുന്നേറ്റ് വന്നിട്ട് എന്തിനാ എന്റെ കാക്കിൽ വീണ് കരയണത്? ഞാൻ കണ്ടു വല്യമ്മച്ചി. എന്ത് കണ്ടു? വല്യമ്മച്ചി ഞങ്ങളെല്ലാം വിട്ട് എവിടേക്കോ പോകുന്നത്. അങ്ങനൊരു സ്വപ്നം ഞാൻ കണ്ടു വല്യമ്മച്ചി. ഞാൻ എവിടേക്ക് പോവാനാ? അത് നിങ്ങളെ രണ്ടുപേരും വിട്ടിട്ട്. വല്യമ്മച്ചി പോവും. എന്റെ സ്വപ്നം അത് ഫലിക്കാതിരിക്കില്ല. ഇത്രയും കാലം ഞാൻ കണ്ട ഒരു സ്വപ്നവും നടക്കാതെ പോയിട്ടില്ല. സൈമ, ഇത് നടക്കും സൈമ. വല്യമ്മച്ചി നമ്മളെ വിട്ട് പോവും. വല്യമ്മച്ചി എവിടെ പോകുന്നു എന്നാ നീ സ്വപ്നം കണ്ടേ? അതൊന്നും എനിക്കറിയില്ല. ഈ അടുത്ത ദിവസം തന്നെ അതുണ്ടാവും. വല്യമ്മച്ചി പോവരുത്. ഞങ്ങളെ വിട്ട് വല്യമ്മച്ചി എവിടേക്കും പോവരുത്. എന്നാ ആ സ്വപ്നം അത് ഫലിക്കും വല്യമ്മച്ചി. നോക്ക്, നിന്റെ സ്വപ്നം ഫലിക്കുമായിരിക്കും. വല്യമ്മച്ചിക്ക് പോകേണ്ടി വരും. അങ്ങനെയാണ് വിധിയെങ്കിൽ ആ വിധിയെ തടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല കുട്ടി. വല്യമ്മച്ചി, ഭാഗ്യലക്ഷ്മിയുടെ വെളിപ്പാട് വെറുതെ ആവില്ല സൈമ. എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല വല്യമ്മച്ചി. മോളെ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങ്. മറ്റെല്ലാം സംഭവിക്കേണ്ട പോലെ സംഭവിക്കും. വല്യമ്മച്ചിയല്ലേ പറയണത്? മോള് ചെല്ലേ. ചെല്ലടാ മോനെ, പോയി കിടന്നോ. എല്ലാത്തിനും നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ചെല്ലു. എന്റെ ചോറ്റാനിക്കരയമ്മേ, വല്യമ്മച്ചിയെ ഞങ്ങളുടെ അടുത്ത് നിന്നും ഇവിടേക്കും കൊണ്ടുപോവല്ലേ. അമ്മേ ദേവി കാത്തോളെ. എന്തോ കാര്യമായിട്ട് അറിയാനുണ്ടെന്ന് പറഞ്ഞു വന്നിട്ട് രണ്ടുപേരും എന്താ മിണ്ടായിരിക്കുന്നേ? ഇങ്ങനെ ഇരുന്നാ പ്രശ്നം വെക്കാൻ പറ്റില്ല. അത് പിന്നെ എങ്ങനെയാ എന്താ ഇതിന്റെ രീതി എന്നൊന്നും അറിയത്തില്ല, അതുകൊണ്ടാ. അതെ, ആദ്യമായിട്ടാ ഇങ്ങനെ ഒരാളെ കാണാൻ വരുന്നത്. അതിനെന്താ, പ്രശ്നം വെച്ച് കാര്യം ഗണിച്ച് പറയുന്നതിന് ജാതിമത വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇവിടെ ഇങ്ങനെ ഒരുപാട് പേർ വരുന്നതാ. വിശ്വാസികള്, മതക്കാര്, അങ്ങനെ ഒരുപാട് പേർ. ആവശ്യമറിഞ്ഞ് അവരൊക്കെ തിരിച്ചു പോകുന്നു. അത് മടിക്കണ്ട. എന്താ അറിയേണ്ടതെന്ന് വെച്ചാ മടി കൂടാതെ മടിച്ചു നിൽക്കാതെ സത്യം സത്യം പോലെ പറഞ്ഞു. എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഗണിച്ചു പറയുന്ന കാര്യം ഞാൻ ഏറ്റു. അത് പിന്നെ 4 മാസം മുമ്പ് ഒരാൾ മരിച്ചുപോയി. മരിച്ചെന്ന് മാത്രമല്ല, എല്ലാ കർമ്മങ്ങളും വേണ്ട പോലെ ചെയ്ത് പള്ളി സിമിത്തേരിയിൽ അടക്കം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ആള് ജീവിച്ചിരിക്കുന്നു. എന്ത്? ജീവിച്ചിരിക്കുന്നു? അതെ, വേളാങ്കണ്ണിയിൽ വെച്ചാണ് മരിച്ചത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ആളിവിടെ ഒരു കുഴപ്പവും ഇല്ലാതെ എഴുന്നേറ്റ് നടക്കുന്നു. നിങ്ങൾ കണ്ടതാ മരിച്ചുപോയ ആളെ തന്നെയാണോ? എന്താ ഉറപ്പ്? ചിലപ്പോൾ അങ്ങനെ തോന്നിയതാവില്ലേ? അല്ല,
ഇത് അയാൾ തന്നെയാ. പഴയ കാര്യങ്ങളെല്ലാം അതേപോലെ അറിയാം. രൂപത്തിലും സംസാരത്തിലും എന്ന് വേണ്ട, ജീവിച്ചിരിക്കുമ്പോൾ എന്തൊക്കെയായിരുന്നോ അത് തന്നെ ആള്. സാധാരണ മരിച്ചുപോയവരുടെ ആത്മാവ് ജീവിച്ചിരിക്കുന്നവരുടെ ദേഹത്ത് കയറിക്കൂടാറുണ്ട്. പക്ഷേ ഇത് മരിച്ചുപോയ ആള് അതേ രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷപ്പെടുക എന്ന് കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. പരമേശ്വരി അമ്മേ, എന്താ ജോത്സരെ? നിങ്ങൾ കൊണ്ടുവന്ന പ്രശ്നത്തെക്കാൾ വലിയൊരു പ്രശ്നം. ഇവരും നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരു പ്രശ്നവുമായി വന്നതാ. പക്ഷേ ഇത് വിചിത്രമെന്ന് പറയാതെ വയ്യ. എന്താ? ജീവിച്ചിരിക്കുന്ന ആൾ മരിച്ചതായി തോന്നുന്നു. അല്ല, മരിച്ചുപോയ ആൾ ജീവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. രണ്ടും ഒരുപോലെ തന്നെയാ. ഏതാണ് സത്യമെന്ന് മനസ്സിലാവുന്നില്ല ജ്യോത്സ്യരെ. മരിച്ചയാൾ ജീവിച്ചതാണോ അതോ ജീവിച്ചയാൾ മരിച്ചതാണോ എന്നൊക്കെ ഒരു ആശങ്കയില്ല ഞങ്ങള്. ജ്യോത്സ്യര് തന്നെ അതൊന്ന് കണ്ടുപിടിച്ചു തരണം. നോക്കാം. ഇയാള് നിങ്ങളുടെ ആരാന്നാ പറഞ്ഞ്? ഇദ്ദേഹത്തിന്റെ അമ്മച്ചിയാ. ഓ, അപ്പൊ സ്ത്രീയാണല്ലേ. എന്താ പേര്? ജോണിക്കുട്ടി. മരിച്ചെന്ന് നിങ്ങൾ പറയുന്ന അമ്മച്ചിയുടെ പേരാ ചോദിച്ചേ. ഓ, റാഹേലമ്മ. അമ്മ മരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, വല്ല ദൂരയാത്രക്കിടയിൽ വെച്ച് കാണാതാവുകയോ പിന്നീട് മരിച്ചുപോയെന്ന് വിവരം കിട്ടുകയോ മറ്റോ ചെയ്തതാണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. ഞാനും എൻ്റെ കെട്ടിയോളും മക്കളും എല്ലാവരും നോക്കി നിൽക്കേ ഞങ്ങളുടെ മുമ്പിൽ വെച്ച അമ്മച്ചി മരിച്ചത്. ചരമ ശുശ്രൂഷയ്ക്ക് ഞാനും പങ്കെടുത്തതാ. പള്ളിയിൽ അടക്കം ചെയ്യുന്നവരെ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടിപ്പോ അതേ അമ്മച്ചി ഇവിടെ പുറത്തിറങ്ങി നടക്കുന്നു. ഈ ആളിപ്പോ എവിടെയുണ്ട്? എൻ്റെ ചേട്ടൻ പീറ്ററിന്റെ വീട്ടിലായിരുന്നു ഇത്രയും കാലം താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ചേട്ടന്റെ മകൻ സൈമന്റെ കൂടെ. നിങ്ങൾ അവരെ കണ്ടോ? കണ്ടു. അതെന്റെ അമ്മച്ചിയുടെ തനി സ്വരൂപം. അമ്മച്ചി തന്നെയാ. അപ്പൊ നിങ്ങൾ കണ്ടത് യാഥാർത്ഥ്യമാണോ എന്നറിയണം അല്ലേ? അതെ, ഇവിടെ കബഡി നിരത്തി നോക്കിയാൽ അതൊക്കെ അറിയാൻ കഴിയില്ലേ? സത്യം കണ്ടെത്താൻ പറ്റും. എങ്കിലൊന്ന് എളുപ്പം നോക്ക് ജോത്സരെ. സത്യം എന്താണെന്നറിയാലോ. ഇപ്പൊ തന്നെ നോക്കിക്കളയാം. ആ തള്ള പിശാചോ പ്രേതോ എന്തെങ്കിലും ആവട്ടെ, അതിന് നമുക്കെന്താ? ഞാൻ എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? എല്ലാം ഭാഗ്യലക്ഷ്മിയുടെ കഴിവാണ്. അമ്മയ്ക്ക് എന്നു മുതലാ ഭാഗ്യലക്ഷ്മി ദൈവമായത്? അവൾക്ക് ചില സിദ്ധികളുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്ത് സിദ്ധി? കരിങ്കണ്ണ് വെച്ച് എല്ലാവരെയും നശിപ്പിക്കുന്ന കരിങ്കണ്ണി. അല്ലാതെ എന്ത് സിദ്ധി അവൾക്കുള്ളത്? ഭാഗ്യലക്ഷ്മിയുമായി ഇനി ഒരു വഴക്കിന് പോകാതിരിക്കുന്നതാ നമുക്ക് നല്ലത്. അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ? റാഹേലമ്മ എന്നാ തള്ള ഓരോരോ ഭ്രാന്ത് കാണിക്കുന്നു വെച്ച് ഇങ്ങനെ പേടിക്കാൻ നിന്നാലോ? മോളെ, മരിച്ചുപോയ റാഹേലമ്മ എഴുന്നേറ്റ് നടക്കുന്നത് തന്നെ ഭാഗ്യലക്ഷ്മിയുടെ സിദ്ധി കൊണ്ടാ. കുരിശിലേറ്റിയ ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് കേട്ടിട്ടുണ്ട്. ചത്തുപോയ റാഹേലമ്മ 4-ാം മാസം ഉയർത്തെഴുന്നേറ്റത്. അത് ആരുടെ സിദ്ധി കൊണ്ടാണെന്നാ പറഞ്ഞത്? ഭാഗ്യലക്ഷ്മിയുടെ സിദ്ധി കൊണ്ടോ? അത് കൊള്ളാലോ. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഭാഗ്യലക്ഷ്മിക്ക് ദേവീ ചൈതന്യമുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. എനിക്ക് തർക്കമുണ്ട്. ഭാഗ്യലക്ഷ്മിയോട് അമ്മയ്ക്ക് അത്രയ്ക്ക് ആരാധനയുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേ. കാളിയാർ മഠത്തിന്റെ നടുമുറ്റത്ത് ഒരമ്പലം പണിത് അവള് അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്ക്. ആ നാശത്തിന്. പരിഹസിക്കണ്ട. ദൈവാധീനമുള്ളവരെ പരിഹസിക്കുന്നത് പാപമാണ്. കൊള്ളാലോ. ഇപ്പോ ഭാഗ്യലക്ഷ്മിക്കില്ലാത്ത വിശേഷണങ്ങളില്ല. ഇക്കണക്കിന് പോയാ ചോറ്റാനിക്കര അമ്മയാണ് ഭാഗ്യലക്ഷ്മി എന്ന് പറയുമല്ലോ അമ്മ. ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയെന്നും വരാ. അമ്മയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഒരു ചോറ്റാനിക്കര അമ്മ വന്നിരിക്കുന്നു. മോളെ, ഭാഗ്യലക്ഷ്മിയെ കുറിച്ച് അറിയാൻ ആ ജോത്സ്യന്റെ വീട്ടിൽ പോയപ്പോഴാ ഞാൻ എല്ലാം മനസ്സിലാക്കിയത്. അമ്മ എന്ത് മനസ്സിലാക്കിയെന്ന? ഭാഗ്യലക്ഷ്മി ദൈവമാണെന്ന് ആ ജോത്സ്യര് പറഞ്ഞോ?
റാഹേലമ്മയെ കുറിച്ച് അറിയാൻ അവരുടെ രണ്ടാമത്തെ മകനും കൂട്ടുകാരനും അവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് രാശിപലകയിൽ എന്ത് തെളിഞ്ഞു? റാഹേലമ്മ പ്രേതമാണെന്നോ മനുഷ്യനാണെന്നോ? അവിടെ നടന്നതൊന്നും നിനക്കറിയാഞ്ഞിട്ടാ? എന്താ നടന്നത്? സാക്ഷാൽ ചോറ്റാനിക്കരമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ടോ? അമ്മ പറ. അപ്പൊ അവിടെ നടന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. പ്രശ്നം വെക്കാൻ കഴിയുന്നില്ല എനിക്ക്. ഒന്നും കാണാൻ പറ്റാത്ത പോലെ. കണ്ണിലാകെ ഇരുട്ട് കയറുകയാണ്. കണ്ടില്ലേ, കത്തിച്ചു വെച്ച നിലവിളക്ക് പോലും കെട്ടുപോയിരിക്കുന്നു. ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല. ആ സ്ത്രീ, അവരെക്കുറിച്ചൊന്നും ഗണിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അപ്പോ ജോത്സരെ, ഇനിയും റാഹേലമ്മയെക്കുറിച്ച് അറിയാൻ നിന്നാൽ ഇവിടെ മറ്റെന്തെങ്കിലും അനർത്ഥം സംഭവിക്കും. അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് പൊയ്ക്കോളൂ.